ഇത്തവണ തിരുവനന്തപുരത്ത് മേയർ പദവി ജനറൽ സീറ്റാണ്. ഡെപ്യൂട്ടി മേയർ പദവിയാണ് സ്ത്രീ സംവരണം. കഴിഞ്ഞ തവണ അത് മേയർ പദവിയായിരുന്നു സ്ത്രീ സംവരണം. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരവധി മേയർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. മേയറാക്കാൻ പറ്റിയ പ്രത്യേകിച്ച് പുഷ്പലതയെ പോലത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നിരവധി 4-5 മേയർ സ്ഥാനാർത്ഥികളെ അവർ തയ്യാറാക്കി വെച്ചിരുന്നു. എല്ലാ മേയർ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ആര്യയെ അവർ 21-കാരിയായ ആര്യയെ അവർ മേയറാക്കിയത്. എന്നാൽ ഇത്തവണയും മേയർ സ്ഥാനാർത്ഥികൾ അതിശക്തമായ വെല്ലുവിളി നേരിടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് CPM-ന് മാത്രമല്ല, 3 മുന്നണികളിലും മേയർ സ്ഥാനാർത്ഥികൾക്ക് ശക്തമായ മത്സരമാണ് നേരിടുന്നത്. CPM പ്രധാനമായിട്ടും 2-3 പേരാണ് CPM-ന്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഒന്ന് SP ദീപക്കാണ് CPM-ന്റെ ഒരു മേയർ സ്ഥാനാർത്ഥി. SP ദീപക് പേട്ടയിൽ അതിശക്തമായ മത്സരമാണ് നേരിടുന്നത്. BJP നേതാവ് P അശോക് കുമാർ ഉണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മുൻ കൗൺസിലർ D അനിൽകുമാർ. അങ്ങനെ ഇവർ ഒരു അതിശക്തമായ മത്സരമാണ് പേട്ടയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ആക്ടിംഗ് മേയർ ആയിരുന്ന ശ്രീകുമാറാണ് CPM-ന്റെ മറ്റൊരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹം മത്സരിക്കുന്നത് ചാക്ക വാർഡിൽ നിന്നാണ്. ചാക്ക വാർഡിലും അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. വഞ്ചിയൂർ ബാബു CPM-ന്റെ പ്രമുഖനായ നേതാവാണ്. വേണമെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്ന ആളാണ്. വഞ്ചിയൂരിലും CPM അതിശക്തമായ മത്സരമാണ് നേരിടുന്നത്. മറുഭാഗത്ത് BJP-യിലാകട്ടെ, BJP പ്രധാനമായിട്ടും 2 പേരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഒന്ന് മുൻ DGP R ശ്രീലേഖയാണ്. R ശ്രീലേഖ ശാസ്തമംഗലത്ത് കടുത്ത മത്സരമാണ് നേരിടുന്നത്. അതോടൊപ്പം തന്നെ BJP-യുടെ സ്ഥാനാർത്ഥി VV രാജേഷാണ് BJP-യുടെ മത്സരിക്കുന്ന ഒരു പ്രമുഖൻ. ഒരുപക്ഷെ BJP ഭരണത്തിലെത്തുകയാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പ്രധാന പരിഗണന കിട്ടുന്നത് രാജേഷിനായിരിക്കും. കാരണം മേയർ സംവരണമല്ലാത്തത് കൊണ്ട്, ഡെപ്യൂട്ടി മേയർ സംവരണ പദവി ആയതുകൊണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും വനിതയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ VV രാജേഷിനാണ്, BJP-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് VV രാജേഷ്. അദ്ദേഹത്തിനാണ് മേയർ ആവാനുള്ള സാധ്യത. അങ്ങനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന VV രാജേഷ് BJP-യുടെ ശക്തി കേന്ദ്രമായ കൊടുങ്ങാനൂരിലാണ് മത്സരിക്കുന്നത്. പക്ഷേ അതിശക്തമായ മത്സരമാണ് കൊടുങ്ങാനൂരിൽ BJP നേരിടുന്നത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ വളരെ സീനിയർ നേതാവാണ് P അശോക് കുമാർ. അദ്ദേഹം സ്വന്തം വാർഡല്ലാത്ത പേട്ടയിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. പേട്ടയിൽ SP ദീപക്കും D അനിൽകുമാറും P അശോക് കുമാറും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരമാണ്. അതും അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് BJPയുടെ മേയറാവാൻ സാധ്യതയുള്ള ഒരു പ്രമുഖനായ P അശോക് കുമാറും കടുത്ത മത്സരമാണ് നേരിടുന്നത് പറയാം. അതേപോലെ തന്നെ നിലവിലുള്ള നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു MR ഗോപനും നേമത്ത് കടുത്ത മത്സരമാണ് നേരിടുന്നത്. അങ്ങനെ BJPയുടെ പ്രമുഖരായ 3-4 സ്ഥാനാർത്ഥികൾ, അത് R ശ്രീലേഖയാണെങ്കിലും VV രാജേഷ് ആണെങ്കിലും P അശോക് കുമാർ ആണെങ്കിലും MR ഗോപൻ ആണെങ്കിലും കടുത്ത മത്സരം നേരിടുന്നു. CPM-ന്റെയും പ്രമുഖ നേതാക്കൾ വഞ്ചിയൂർ ബാബു ആണെങ്കിലും SP ദീപക് ആണെങ്കിലും അതുപോലുള്ള നേതാക്കൾ കടുത്ത മത്സരം നേരിടുന്നു. അതേപോലെ തന്നെ കോൺഗ്രസ് ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് ശബരിനാഥിനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ശബരിനാഥ് കവടിയാറിലാണ് മത്സരം നേരിടുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയുമായിട്ട് കടുത്ത മത്സരമാണ്. ശബരിനാഥ് ജയിക്കാൻ സാധ്യത തീരെ കുറവാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് 3 മുന്നണികളുടെയും മേയർ സ്ഥാനാർത്ഥികൾ, മേയറായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളുകൾ കടുത്ത മത്സരമാണ് നേരിടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.